കഴിഞ്ഞ 3 ദിവസമായിട്ട് ചാനലുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു വാർത്തയാണ്. അത് മാങ്കൂട്ടം മാത്രമാണ്. സത്യത്തിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വിളമ്പേണ്ടുന്ന ഒരു വാർത്തയല്ല മാങ്കൂട്ടം. കാരണം കഴിഞ്ഞ 3-4 മാസമായിട്ട് കേരളത്തിൽ ഈ വിഷയം തന്നെയാണ് അലയടിക്കുന്നത്. എന്നാൽ അതാണോ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാവേണ്ടത്? അല്ല. കോടതിക്ക് മുന്നിൽ കിടക്കുന്നത് ആ കാര്യത്തിൽ ഇനിയും പുതിയ കഥകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ മുങ്ങിപ്പോകുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച് കോടാനുകോടി ഭക്തരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. വരാനിരിക്കുന്ന ഇനിയുള്ള 5 കൊല്ലത്തേക്ക് നമ്മെ ഭരിക്കാൻ ഉചിതമായവർ ആരാണ് എന്ന് കണ്ടെത്തേണ്ടുന്ന സമയത്താണ് നാടിന് ഗുണകരമായ വാർത്തകൾ കൊടുക്കേണ്ടത്. പക്ഷെ എന്താണിപ്പോൾ നടക്കുന്നത്? കോൺഗ്രസ് നേതാക്കളെ വളഞ്ഞിട്ട് പിടിച്ച് എവിടെയാണ് മാങ്കൂട്ടം എന്ന് ചോദിക്കൽ മാത്രമാണ് മാധ്യമങ്ങളുടെ പണി. മാധ്യമം എന്ന് പറയുന്നത് 4ാമത്തെ തൂണാണ് ജനാധിപത്യത്തിൻ്റെത് എന്നോർക്കണം. പക്ഷേ ചോദ്യങ്ങളോ ഒരു ഗുണവുമില്ലാത്തത്. അങ്ങനെ ഒരു ചോദ്യം VD സതീശനോട് ആര് ചോദിച്ചാലും അദ്ദേഹം കൊടുങ്കാറ്റായി മാറും. കാരണം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാങ്കൂട്ടം വിഷയത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ഒരു CPM എടുക്കാത്ത മാതൃകാപരമായ നടപടിയാണ് 2 സ്ഥാനങ്ങളിൽ നിന്നും മാങ്കൂട്ടത്തെ പുറത്താക്കിക്കൊണ്ട് VD സതീശൻ എടുത്തത്. അതിന്റെ പേരിൽ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ സതീശൻ തന്നെയാണ് ശരി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ പിന്നെയും മാധ്യമപ്പട അതേ ചോദ്യം ചോദിക്കുമ്പോൾ ചുട്ട മറുപടി കൊടുത്ത് തിരിച്ചടിക്കുകയാണ് VD സതീശൻ. ആ രംഗങ്ങൾ ഒന്ന് കാണാം. നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിലൊന്നും ചെറുവിരലനക്കാതെ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന CPM-കാർക്ക് ഇത് ചോദിക്കാനുള്ള ഒരു ധാർമ്മികതയില്ല. കോൺഗ്രസ് ആണ് അഭിമാനത്തോടു കൂടി നിൽക്കുന്നത്. കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളുടെ പാർട്ടി, എനിക്ക് അഭിമാനമുണ്ട്, നമ്മളുടെ പ്രസ്ഥാനം നടപടി സ്വീകരിച്ചിട്ട് നിൽക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPM ആണ്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി തല ഉയർത്തിയാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങള് പരാതി പോലും ഇല്ലാതെ നടപടി സ്വീകരിച്ച ഒരു പാർട്ടി എന്തിനാ അങ്ങനെ പറയണം? അങ്ങനെയൊന്നും പറയില്ല. എഴുതിയ മുഖപ്രസംഗത്തിന്റെ അകത്ത് പറയുന്നത് ഇത് CPM-ന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ്. അത് അവരോട് എഴുതിയവരോട് പോയി ചോദിക്കും, എനിക്കറിയില്ല. എല്ലാവരും കൂടിയ കെ സുധാകരൻ പറയുന്നത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. വേറെ വല്ലതും ഉണ്ടാ? ശിവൻകുട്ടി ഇതുപോലത്തെ എന്തെല്ലാം അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. PM ശ്രീ പോയി ഡൽഹിയിൽ 16-ാം തീയതി ഒപ്പുവെച്ചിട്ട് മന്ത്രിസഭയിൽ വന്ന് CPI മന്ത്രിമാര് 4 പേര് ഇതിലൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് വാശിയോടുകൂടി പറയുമ്പോൾ ഈ ഒപ്പുവെച്ച കാര്യം മറച്ചു വെച്ച് സ്കൂട്ടത്തിലിരിക്കുന്ന മന്ത്രിമാരെ കളിപ്പിച്ച ആളാണ് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്ന്. അപ്പോൾ എന്തൊക്കെ പറയാം? ആരെങ്കിലും വിശ്വസിക്കുമോ? മിണ്ടാതിരുന്ന് ഒപ്പുവെച്ചിട്ടാണ് വന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി പേടിപ്പിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി ഇത് ഒപ്പുവെച്ചിട്ട് മന്ത്രിസഭയിൽ വന്നിരുന്നിട്ട് കൂടെ ഇരിക്കുന്ന മന്ത്രിമാരെ വിഡ്ഢികളാക്കിയ മന്ത്രിയൊക്കെ എന്തെല്ലാം അഭിപ്രായം പറയും? ഇത് സംബന്ധിച്ച് അത് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ, ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ. അല്ലാതെ ഓരോരുത്തരുടെ പാർട്ടിയുടെ അഭിപ്രായം KPCC പ്രസിഡന്റ് പറഞ്ഞു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല, വേറെ ആർക്കും പറയാൻ പറ്റില്ല. അത് അദ്ദേഹം എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. അതാണ് പാർട്ടിയുടെ അഭിപ്രായം. വേറെ എന്തെങ്കിലും ഉണ്ടോ? അതിനൊക്കെയുള്ള മറുപടി ഞാൻ നേരത്തെ തന്നതല്ലേ. നിങ്ങൾക്കറിയാലോ, ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആന്തൂരിലെ ദേവദാസിനെ കയ്യും കാലും വെട്ടിക്കൊന്നത്. ദാസന് എന്തായിരുന്നു കാര്യം? ഭാര്യ നോമിനേഷൻ കൊടുത്തതിൻ്റെ പേര്. അപ്പോൾ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവിടെ ഇത് തന്നെ നിലനിൽക്കുന്നു. ഈ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുള്ള ജില്ലയിൽ ഇപ്പോഴും എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും അവരെ സമ്മതിക്കാതെ അവരെ കൊല്ലും, അവരെ വധിക്കും, അവരുടെ വീട്ടുകാരെ തല്ലും, വീട് കത്തിക്കും, വീടിന് കല്ലെറിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ് CPM. അത് BJP-യും CPM-ഉം തമ്മിൽ എന്താ വ്യത്യാസം? സ്വന്തം ജില്ലയിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ജനാധിപത്യം പഠിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ളൊക്കെ ജില്ലയിലേക്ക് ഇറങ്ങിയിരിക്കും. ഞങ്ങൾ ജനാധിപത്യം പഠിപ്പിക്കാം.
ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. CPIM ചോദിക്കുന്നത് ഞങ്ങൾ പേടിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ പേടിക്കുന്നതെന്നാണ് ഇപ്പോൾ CPIM ചോദിക്കുന്നത്. അതൊക്കെ ആ മനുഷ്യരല്ലേ അത്ര ക്രൂരമായിട്ടാണ് കൊന്നത്. അതെല്ലാം ഇവർ കൊടുത്ത മെസ്സേജാണ്. ഞങ്ങൾ പറഞ്ഞ് ധിക്കരിച്ചു പോയ പാർട്ടിയുടെ സ്വന്തം ഒരാൾ നോമിനേഷൻ കൊടുത്തിട്ട് നേതാവ് വിളിച്ചു പറഞ്ഞെന്താ നിന്നെ തട്ടിക്കളയുമെന്ന്. സ്വന്തം ഇത്രയും നാൾ ഈ പാർട്ടിക്ക് വേണ്ടി നടന്ന CPM വേണ്ടി നടന്ന ഒരുത്തൻ നോമിനേഷൻ കൊടുത്തപ്പോൾ അവന് തട്ടിക്കളയുമെന്ന് പറഞ്ഞ പാർട്ടി നേതാക്കന്മാരുള്ള ഞങ്ങളൊക്കെ നോമിനേഷൻ പിൻവലിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. ചില സംഭാഷണമൊക്കെ വന്നല്ലോ, അതൊക്കെ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക ആ ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ.